പടവുകളിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രമുഖ ആരോഗ്യ പ്രവർത്തകനും പെരിന്തൽമണ്ണയുടെ സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യവുമായ ശ്രീ കെ.ആർ. രവി സാറാണ്. ശ്രീ കെ.ആർ. രവി സാർ, നമസ്കാരം. നമസ്കാരം. സാറ് ധാരാളം പൊതുജന ആരോഗ്യ പ്രവർത്തന മേഖലയിൽ ഇടപെടുന്ന ഒരാളാണ്. ഈ പൊതുജന ആരോഗ്യ മേഖല ഇന്ന് കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. എന്താ അതിൻ്റെ ഒരു സാങ്കത്യം? ഇന്ന് കേരളം ആരോഗ്യരംഗത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ്. വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ ഈ കേരളം എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് തന്നെ സംശയിക്കുന്നു. പക്ഷേ വികസിത മുതലാളിത്ത രാജ്യങ്ങളോടൊപ്പം ആരോഗ്യ സൂചികയിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ അത് ഒരു പുറകോട്ട് പോക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമാണ്. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന സങ്കല്പമാണ്. അത് നമ്മൾ മാറ്റണം. ഇപ്പോൾ ചികിത്സാ ചെലവുകൾ വളരെയേറെ കൂടുകയാണ്. MRI സ്കാനിങ് ആയാലും അതുപോലുള്ള പരിശോധനകൾക്ക് വലിയ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ചികിത്സയേക്കാൾ പ്രാധാന്യം രോഗപ്രതിരോധത്തിന് നൽകേണ്ടതുണ്ട്. 1978 അൽമാത്തയ കോൺഫറൻസ് ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടതും അതാണ്. അൽമാത്തയ പ്രമേയത്തിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിറകോട്ട് പോയിരിക്കുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ WHO നിലപാട് അല്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഈ രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കുക അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുക്കളയാണ് ആശുപത്രി, ആഹാരമാണ് മരുന്ന്. ഈ ഒരു സന്ദേശം എങ്ങനെയാണ് കെ.ആർ. ഉൾക്കൊള്ളുന്നത്? തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആഹാരം എടുത്ത് ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കിയിട്ട് ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് ആളുകൾ ആലോചിക്കുന്ന ഒരു കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതെ അതെ, വളരെ വളരെ നല്ലത്. മറിച്ച് ഇന്ന് കാണുന്നതല്ല, ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്ന്, മൃഗങ്ങളെ ഒന്നും കോഴി അടക്കമുള്ള മൃഗങ്ങളെ അറക്കരുതെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ആവശ്യത്തിന് ആണ് മനുഷ്യൻ ഉപയോഗിക്കേണ്ടത്. കേരളീയ സമൂഹം അനാവശ്യമായി ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് എക്സസൈസ് ഇല്ലാത്തതുമാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നം അതാണ് പരിഹരിക്കേണ്ടത് എന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. അതാണ് ഉള്ള ഒരു ഇത്. അതെ, സാറിൻ്റെ ആദ്യകാലങ്ങളിൽ, ആരോഗ്യ മേഖലയിലെ ആദ്യകാലങ്ങളിൽ സർവീസിൽ കയറി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തിരുന്ന വിരമിച്ച ആളാണ്. അതെ. അപ്പോൾ ആരോഗ്യ മേഖലയിലെ ആദ്യ ഘട്ടങ്ങളിൽ സാറ് ലെപ്രസി ഇൻസ്പെക്ടറായിട്ടാണ് സർവീസിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യകാലം ഒക്കെ പറയുമ്പോൾ വസൂരി, കുഷ്ഠം അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളൊക്കെ വലിയ ഒരു പാതകമായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു ശ്രീ രവി സാർ? അത് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗത്തെക്കുറിച്ച് ആദ്യം പറയാം. അപ്പം ഞാനൊക്കെ സർവീസിൽ കയറുന്നത് 1978 ആദ്യമാണ്. അന്നൊക്കെ കുഷ്ഠരോഗത്തിൽ ജോലിക്ക് പോകാമെന്ന് തന്നെ പറഞ്ഞ ആളുകൾക്കൊരു പേടിയാണ്. വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. എൻ്റെ മോൻ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഈ ലെപ്രസിയിലാണ് ജോലി കിട്ടിയത്. പക്ഷേ ഞാൻ വന്ന് പെട്ടത് മേലാറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. അന്ന് ആരോഗ്യവകുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർ എ. മുഹമ്മദാണ്. ഇന്നത്തെ EMS ആശുപത്രിയുടെ ചെയർമാനും നമ്മുടെ DMO ഒക്കെ ആയിട്ടുള്ള ആളാണ്. എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് മണികണ്ഠൻ സാർ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സൂപ്പർവൈസറെ കിട്ടി. അങ്ങനെ സാറിനെ കിട്ടുക വഴി സാറുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പം പ്രത്യേകിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് പഠിച്ചു വരുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടിയാണ് സർവീസ് വരുന്നത്. അപ്പോൾ മേലാറ്റൂർ വരുമ്പം അവിടെ ആളുകൾ പറഞ്ഞു, ഇവിടെയെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒരാൾ ഒരു വർഷക്കാലം ഇവിടെ ജോലി നോക്കി ഒരു കേസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ മണികണ്ഠ സാറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നാട്ടുകാരുടെയൊക്കെ യോഗം വിളിച്ചു ചേർത്ത് നല്ലൊരു ലെപ്രസി പേഷ്യൻസ് വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ തുടർന്ന് ശരീരത്ത് കാണുന്ന നിറവ്യത്യാസമുള്ള പാടുകൾ കുഷ്ഠരോഗമാകാം, എല്ലാ ബുധനാഴ്ചയും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്. മേലാറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. 1000 നോട്ടീസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് ഈ ചുണങ്ങൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാ ബുധനാഴ്ചയും വരും. അപ്പോൾ എനിക്ക് ഓരോ ദിവസവും 2-3 കേസുകൾ. അന്ന് ഡോക്ടർ സൈനബ അവിടെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്നത്തെ നമ്മുടെ ഈ മൗലാന ആശുപത്രിയുടെ സൂപ്രണ്ട് സീതി സാറ് എൻ്റെ മെഡിക്കൽ ഓഫീസറായിരുന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഓരോ ബുധനാഴ്ച 1-2 കേസുകൾ.
മൗലാനയിലെ സീതി സാറ് എന്നെ വിളിക്കും. നേരത്തെ പറഞ്ഞ EMS സഹകരണ ആശുപത്രി പെരിന്തൽമണ്ണയിലെ ഡോക്ടർ മുഹമ്മദ്. അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ EMS തന്നെ ഡോക്ടർ KU സീതി ഇവരൊക്കെ എൻ്റെ ആരോഗ്യ പ്രവർത്തനത്തിൽ മാർഗനിർദ്ദേശികളാണ്. അതാണ് എൻ്റെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ കേസുകളൊക്കെ വരും, കേസുകൾ വന്ന് കൃത്യമായിട്ട് ചികിത്സിക്കും. അതിലെനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരം ജോലികൾ ഏറ്റെടുക്കുമ്പം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നത് ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിൽ ഒരു ആരോഗ്യ പ്രവർത്തകന് എങ്ങനെയും ചിത്രം വരയ്ക്കാം. ഒരു പക്ഷേ ആരോഗ്യ പ്രവർത്തകന് ചിത്രം വരയ്ക്കാതെയും ശമ്പളം വാങ്ങി പോകാൻ പറ്റും. അതാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഓഫീസർമാരുടെ പ്രത്യേകത, അവർക്ക് തരുന്ന ഫ്രെയിമിൽ വളരെ കലാപരമായി നല്ല ചിത്രം വരയ്ക്കാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത് വീട് കയറിയ ആൾ സർവേ ചെയ്യുന്ന ആളല്ല, അയാളൊരു ഫെസിലിറ്റേറ്ററാണ്, ഇവാലുവേറ്ററാണ്. ഒരു ഫെസിലിറ്റേറ്ററും ഇവാലുവേഷൻ നടത്തുന്ന ആളാണ്. ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നമുക്ക് പ്രാദേശികമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ പ്രവർത്തകന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം. മറിച്ച് മുകളിലേക്ക് വിടാം, DMO ആണ്, അല്ലെങ്കിൽ DHS ആണ്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി, ചിലപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇടപെടേണ്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ ഏരിയയിലുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ബാധ്യത കൂടി ഈ ആരോഗ്യ പ്രവർത്തകൻ്റെ ആ തരത്തിൽ ജോലി എടുക്കുമ്പോഴാണ് ഒരു ഫ്രൂട്ട്ഫുള്ളായ പ്രവർത്തനം ഫ്ലറിഷ് ആകുന്നത്. അങ്ങനെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു സമ്പുഷ്ടമാവണം എന്ന് തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഞാൻ രവി സാറേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, സബ് സെൻറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ഈ ആരോഗ്യ ഘടന, അതിനുമേലെ ജില്ലാ ആശുപത്രി, അതിനുമേലെ മെഡിക്കൽ കോളേജ്, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ആരോഗ്യ മേഖലയിൽ. ഈ സത്യത്തിൽ നമ്മുടെ ജനകീയ ആരോഗ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ പൊതുജനാരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ടത് സബ് സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫീൽഡിലുള്ള പ്രവർത്തനമല്ലേ? തീർച്ചയായും. അത് യഥാർത്ഥത്തിൽ JPHN, അതെ, യഥാർത്ഥത്തിൽ JHI, അത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കേണ്ടവരാണ്. 1982 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പുനഃസംഘടിപ്പിച്ചു. അങ്ങനെയാണ് 5000 ജനസംഖ്യയ്ക്ക് 2 പോപ്പുലേഷൻ ബേസ്ഡ്, ഓരോ പഞ്ചായത്തിൽ ഒരു ആശുപത്രി, ഒരു താലൂക്കിൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്, പിന്നെ ജില്ലാ ആശുപത്രി, അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ്. കേരളത്തിൽ വളരെ സമ്പുഷ്ടമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആരോഗ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ 24 മണിക്കൂറും സേവനം നമ്മുടെ JPHN അല്ലെങ്കിൽ JPHN പോലുള്ള ആളുകൾ 24 മണിക്കൂറും സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ് സെൻ്ററൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് ഡോക്ടർമാരുടെ ഇടവിട്ടുള്ള സേവനമെങ്കിലും അവിടെ കിട്ടണം. കുറച്ചുകൂടെ ചിട്ടയായി ഈ അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, പ്രതിരോധ പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായും. JHI, JPHN, LHI, LHS തുടങ്ങിയ ആ ഘടന എന്നുള്ളത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രതിരോധ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അങ്ങനെ കേരളത്തിൽ ചെയ്യുന്നത് എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്, അത് ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുമല്ല. കുറെ ആളുകൾ ചെയ്തതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രമാത്രം നല്ലൊരു ആരോഗ്യ സൂചിക ഉണ്ടായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ ഡോക്ടർ TM തോമസ് ഐസക് സാറ്, ഡോക്ടർ B ഇക്ബാൽ, P പരമേശ്വരൻ സാറ് തുടങ്ങിയ ജനാരോഗ്യ പ്രവർത്തകരുടെ ഒരു വലിയ ഒരു നിര അക്കാലത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച്. തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, കേരളം എല്ലാത്തിനും മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കേരളത്തിന് കൊടുത്ത പോലെ ഫണ്ട് കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ കേരളത്തിന് കിട്ടിയ പൈസ നല്ലതുപോലെ ചെലവഴിച്ചു. അതിൽ യഥാർത്ഥ പ്രശ്നം ഈ കേരളത്തെ ഡോക്ടർ തോമസ് ഐസക്കിനെയും ഡോക്ടർ B ഇക്ബാലിനെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഈ മഹാന്മാർക്ക് നന്നായി ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു മണ്ണൊരുക്കിയത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ്. തീർച്ചയായും. സ്വാമികളും ചട്ടമ്പി സ്വാമികളും വക്കം മുഹമ്മദ് മൗലവി അടക്കമുള്ള നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണിലാണ് ആരോഗ്യ മേഖലയിൽ ഇക്ബാൽ ഡോക്ടറെ പോലുള്ള. അവിടെ പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു പേര് കൂടിയുണ്ട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS. EMS. ഏലംകുളം മന.
തീർച്ചയായും EMS നവോത്ഥാന ചരിത്രത്തിൽ EMSന്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. 1957 കേരളത്തിലെ EMSന്റെ സർക്കാരാണ് കേരളത്തിൽ ഇങ്ങനെ മാറ്റിമറിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനകീയ ആരോഗ്യ എല്ലാ മേഖലയും സമസ്ത മേഖലയിൽ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് രവി സാറിന് നാഷണൽ അവാർഡ് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ചൈൽഡ് വെൽഫെയർ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് വാങ്ങിയ വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയിലെ ബാല്യം, ഇന്ത്യയിലെ കുട്ടികൾ, ഇന്ത്യയിലെ ശൈശവം എത്തരത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ആശങ്കയുണ്ടോ? തീർച്ചയായും ആശങ്കയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും തമ്മിൽ ചില ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെഹ്റുവിൻ്റെ അഭിപ്രായം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ്, ദളിത് പിന്നോക്കക്കാരുടെ കുട്ടികൾ. ഡോക്ടർ അംബേദ്കർ പറഞ്ഞ അങ്ങനെയല്ല, അവരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്താതെ അവരെ സംരക്ഷിക്കണമെന്നാണ്. ഞാൻ അതിൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളാണ്. നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ് എൻ്റെത്. ആ നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ സായി സ്നേഹതീരം എന്ന ഞാൻ ചോദിക്കാതിരിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത്. അംബേദ്കറെ ഞാൻ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ നെഹ്റുവിൻ്റെ ഈ കാഴ്ചപ്പാടിനെ അതിലേറെ ആരാധിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് രവി സാറിൻ്റെ ഒരു ആശയ സമ്പുഷ്ടീകരണത്തിന് പ്രചോദനമേകിയത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എനിക്ക് എൻ്റെ ആശയ സമ്പുഷ്ടീകരണത്തിന് സഹായകമായത് കാർൽ മാർക്സും എംഗൽസും ലെനിനും സ്റ്റാലിനുമാണ്. അതെ, ആ കൂടെ മാവോയെയും EMSനെയും കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ജീവിത ദർശനമായ ഒരാളാണ് ഞാൻ. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ വക്താവാണ്. അതെ, ഞാനത് മാനിക്കുന്നു. താങ്ക് യു. അതെ, സത്യത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികമായാലും ഇതിൻ്റെയൊക്കെ ബേസ് ആത്യന്തികമായി മാനുഷികതയാണ്. തീർച്ചയായും വലിയ മനുഷ്യനന്മ ഉള്ള ആളാണ് താങ്കൾ എന്ന് പെരിന്തൽമണ്ണയിലും മേലാറ്റൂരിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമുള്ള ജനകീയ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അത്തരത്തിൽ മനസ്സിലാക്കിയതാണ്. സ്നേഹതീരം സായി എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 25 എന്താ അതിനെക്കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മണികണ്ഠ സാറിനെയാണ് ഓർക്കുന്നത്. പ്രസന്റ് ആണോ? അല്ല, മരിച്ചുപോയാണ്. എവിടെയുള്ള ആളായിരുന്നു? അയാൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് മേലാറ്റൂര് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ഹെൽത്ത് സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ സാറ് ഒരിക്കൽ ഒരു കോൺഫറൻസിൽ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ചോദിക്കുകയാണ്, നമ്മുടെ മേഖലയിൽ PHCയിൽ ആദിവാസികളുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്മിനിക്കാടൻ മലകളിലേക്ക് ഉണ്ട് സാറേ, ഞങ്ങൾ പോകുമ്പം കാണാറില്ല. അപ്പോൾ ഒരു സിസ്റ്റർ, എൻ്റെ വളരെ പ്രിയപ്പെട്ട സിസ്റ്ററാണ് ശാന്തകുമാരി, അവർ പറഞ്ഞു എൻ്റെ സാറേ നമ്മുടെ വെട്ടത്തൂരിൻ്റെ മണ്ണാർമലയിൽ കുറച്ച് ആദിവാസികളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെപ്രസിയൊക്കെ നോക്കുന്നതിൻ്റെ ഭാഗമായി ഞാനും മണികണ്ഠ സാറും ശാന്ത സിസ്റ്ററും കൂടി ഈ മണ്ണാർമലയിൽ ആദിവാസികളുടെ ജോലി ആവശ്യാർത്ഥമാണ് അങ്ങനെ പോകുമ്പം ഒരു 5-6 വീടാണ്. ആ വീട്ടിൽ ആദിവാസി കുട്ടികളും നായ്ക്കളും കുറച്ച് ആടുമുണ്ട്. ഓല മേയാത്ത വീട്, മെടയാത്ത ഓല കൊണ്ടുള്ള വീട്. അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഞങ്ങൾക്കൊന്നും അന്ന് ഞാൻ ജോലിയിൽ പ്രവേശിച്ച കാലഘട്ടം കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും ഒരു 90 ആയപ്പോഴത്തേക്ക് നിലമ്പൂരിലേക്ക് സ്ഥലം മാറി പോവുകയാണ്. വീണ്ടും ഞാൻ അവിടുന്ന് തന്നെ വയനാട്ടിൽ ആദിവാസി മേഖലയിൽ പ്രവർത്തനത്തിന് പോയി. ഇതേ വകുപ്പ് തന്നെ, ITDP ഒന്നും അല്ല. ലെപ്രസി വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ കുഷ്ഠരോഗ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. നിലമ്പൂരും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ പിന്നോക്കാവസ്ഥ എനിക്ക് മനസ്സിലായി. സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ആദിവാസി മേഖലയിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയനാടും നിലമ്പൂർ. അവിടുത്തെ ആളുകളുടെ സ്ഥിതി കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതിൽ നിന്നാണ് ഒരു ഊർജ്ജം. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മേഖലയിലെ ആദിവാസികളെ കുറിച്ച് അന്വേഷിക്കണം. അങ്ങനെ ഞാൻ അമ്മിനിക്കാടൻ മലകളിൽ എൻ്റെ സബോർഡിനേറ്റ് സ്റ്റാഫുണ്ട്, അത് നോൺ മെഡിക്കൽ സൂപ്പർവൈസർ. അവരോട് ചോദിച്ചു കുട്ടികളെ നിങ്ങൾ ഈ കോളനിയിലൊക്കെ പോകാറുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾ പോകാറുണ്ടെന്ന്. എന്നാൽ എടുക്കൂ, വില്ലേജ് സർവേ രജിസ്റ്റർ. അതിന് RMOD LMOD ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടോ? അല്ല, അത് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ ബുക്ക് എടുക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ ഡാറ്റ എടുക്കുമ്പോൾ ഞങ്ങൾ മറ്റ് ആരോഗ്യവകുപ്പ് പോലെയല്ല, ഈ പോണതെല്ലാം ഈ ഡയറിയിൽ എഴുതി വെക്കും. വില്ലേജ് സർവേ രജിസ്റ്റർ നോക്കാൻ നേരത്തെ പിള്ളേരെയൊക്കെ മുഖം പാടി
കുട്ടിയുടെ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, സാർ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ല. എന്താ കാണാതെ? ഞങ്ങൾ 10 മണിക്കൊക്കെ പോവുക, അപ്പോൾ അവരോട് ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയിട്ടുണ്ടാവും കാട്ടിലേക്ക്. ഞാനിങ്ങനെ മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് എൻ്റെ ഹെഡ് ക്വാർട്ടർ അന്ന് മലപ്പുറത്ത് നിന്ന് ഡ്രൈവറെ വണ്ടിയൊക്കെ എടുത്ത് സൈഡിൽ കൂടെ ഉള്ള മുഴുവൻ സ്റ്റാഫിനെയൊക്കെ കൂട്ടി ഒരു 7 മണിയായപ്പോൾ എമ്മനിക്കാട് മലകളിൽ വരും. അപ്പോൾ ആദ്യം വരുമ്പോൾ ഒരു കുമാരൻ ഞങ്ങളുടെ അടുത്ത് വന്നു. ബാക്കി എല്ലാവരും ഓടി കുമാരന് ആളുകളെ കാണുന്നത് പേടിയാണ് തീർച്ചയായും. ഒരു 5 രൂപ നാഗരികത അത് 5 രൂപ കൊടുത്തു. കുമാരൻ അത് വാങ്ങി, ശർക്കര വാങ്ങി എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പറയാം. അതിനുശേഷം തീർച്ചയായും ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ആ കോളനി പോകും. ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് വല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കും. ഒരിക്കൽ വേവിച്ച ചോറുമായിട്ട് പോയപ്പോൾ അവർ കഴിച്ചില്ല. അവർ പറഞ്ഞു നിങ്ങളുടെ ചോറ് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നവരെക്കാൾ ജാതീയമായി മുന്നിലാണ് ആദിവാസി എന്ന സങ്കല്പം അവർ മനസ്സിലുണ്ട്. ആദിമ ജനതയാണല്ലോ. ശരിക്കും അതാണ്. എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്, അവർ പേടിച്ചോടി എന്നൊക്കെ പറയുന്നത് എത്രമാത്രം കൊടിയ ചൂഷണത്തിന് വിധേയമായി ആദിവാസികളെന്ന് ആരെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായും ആദിവാസികൾ അരികുവൽക്കരിക്കപ്പെട്ടവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. ഒരു നാൾ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നവർ വനാന്തരങ്ങളിലേക്ക് ചുരുങ്ങി. ഇപ്പൊ വനത്തിലും അവർക്ക് സ്പേസ് ഇല്ല. അതാണ് ഇപ്പൊ സ്ഥിതി. അവിടെ ആളുകളുടെ പ്രസക്തി വളരെ വലുതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പോളിയോ വാക്സിൻ ഒരു പദ്ധതിയാണ്, ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അതിൻ്റെ ജനകീയ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോളിയോ വാക്സിനുകൾ പൂരപ്പറമ്പിൽ വെച്ച് നൽകിയ വ്യക്തിയാണ് താങ്കൾ. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം അങ്ങനെ ചെയ്തോ എന്ന് താങ്കളാണ്. മലപ്പുറം ജില്ലാ കളക്ടർ താങ്കളെ വിളിച്ച് അഭിനന്ദിക്കുക. എന്താ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് പോളിയോ തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ ഏലംകുളം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തകുമാരി സിസ്റ്റർ അവിടുത്തെ ഏളാട് സബ് സെന്റർ ജയിപ്പിച്ചനാണ്. അപ്പോൾ അവരുടെ ഏരിയ ആണ് ഈ പൂരപ്പറമ്പ് കടന്നേക്കാട് അമ്പലപ്പറമ്പ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടി ആലോചിച്ചിട്ട് നമുക്കൊരു ബൂത്ത് പൂരപ്പറമ്പിൽ വെച്ചാലോ. അപ്പം പെട്ടെന്ന് DMO ആയിട്ട് ആലോചിച്ച് പൂരപ്പറമ്പിൽ ഞങ്ങളൊരു ബൂത്ത് വെച്ചു. 450ഓളം കുട്ടികൾ തുള്ളിമരുന്ന് കൊടുത്തു. പിറ്റേ ദിവസത്തെ മലയാള മനോരമയിൽ പൂരപ്പറമ്പിലും തുള്ളിമരുന്നും 450 കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് അന്നത്തെ കളക്ടർ ഞങ്ങളെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. DMO. അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന പൾസ് പോളിയോ ബൂത്ത് തുടങ്ങി. പെരുന്തമണ്ണ താലൂക്ക് ആശുപത്രിയിലാണ് എൻ്റെ കണക്കിൽ കേരളത്തിൽ ആദ്യത്തേതെന്ന് മൊബൈൽ വാക്സിനേഷൻ ബൂത്ത്. അതിന് സഹായിച്ചിട്ടുള്ളത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും IMA നമ്മുടെ റോട്ടറി ക്ലബ്ബുമാണ്. പെരുന്തമണ്ണ IMAയും റോട്ടറി ക്ലബ്ബുമാണ് അതിന് സഹായിച്ചത്. ആരായിരുന്നു അതിന്റെ ഭാരവാഹികൾ? അന്ന് പിന്നെ നമ്മുടെ ഡോക്ടർ സാമുവൽ കോശിയാണ്. പിന്നെ 2 IMAയുടെ ഭാരവാഹികൾ അന്ന് CD ഡോക്ടറാണ്. CD സാർ EMS വൈസ് ചെയർമാനാണ്. ഡോക്ടർ നല്ലപോലെ സഹായിച്ചു. IMA സഹായിച്ചു. ഞാൻ കർഷക തൊഴിലാളി യൂണിയനും IMAയും എന്ന് പറഞ്ഞ് ഈ പൾസ് പോളിയോ ബൂത്ത് നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടണം. എൻ്റെ മനസ്സിൽ എനിക്ക് സോഷ്യൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് സോഷ്യലൈസേഷൻ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കാറ്, അങ്ങനെ ഇടപെടുന്നു. ഒരു സാധനം ചവിട്ടിക്കുഴച്ച് ആണ് ശരിയായി മോൾഡ് ചെയ്യാൻ പറ്റുക. 100%. കാരണം ചർച്ചകൾ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം, ലിബറൽ ആയിരിക്കണം. അതെ, ട്രാൻസ്പാരന്റും ലിബറലും ആവുന്ന പൊതുപ്രവർത്തനമാണ് രവി സാർ ഇഷ്ടപ്പെടുന്നത് എന്ന് ബോധ്യമാണ്. ഡോക്ടർ ഹുസൈൻ പുഴക്കാട്ടിരിയിലുള്ള ഡോക്ടറാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വലിയൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു പ്രചോദനമായിട്ടുണ്ട്. തീർച്ചയായും. പുഴക്കാട്ടിരിയിലെ ഹെൽത്തിലെ അന്ന് ജില്ലാ RCH ഓഫീസറാണ് ഹുസൈൻ ഡോക്ടർ. അപ്പൊ അന്ന് ഞാൻ NMS ആണ്. അപ്പോൾ ഈ താഴേക്കോട് ആദിവാസി മേഖലയിൽ ഹുസൈൻ ഡോക്ടർ ആരോഗ്യവകുപ്പിലെ RCH ഓഫീസറായ കാലം പോലെ പിന്നീട് ഒരിക്കലും അതിന് മുമ്പോ അവിടെ സേവനം ഉണ്ടായിട്ടില്ല. അവിടെ ആളുകളിങ്ങനെ കിടക്കുവാണ്. ഏത് രോഗികളായി കിടന്നു കഴിഞ്ഞാൽ ചാക്കി കെട്ടിയിട്ടാണ് ഞാനും ഡോക്ടറും അടക്കമുള്ള ആളുകൾ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് മറ്റൊരു അനുഭവം സൂചിപ്പിക്കാനുള്ളത്, ആദിവാസികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിൽ ചികിത്സിച്ചിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, BUCDയും ഡോക്ടറും നമ്മുടെ അന്നത്തെ തഹസിൽദാർ കുഞ്ഞാലക്കുട്ടി സാറും എല്ലാം കൂടെ ഞങ്ങളെ ആദിവാസികളെ കൂട്ടാൻ പോയിരുന്നു ഒരു ദിവസം മുള്ളംമടയിൽ. അപ്പോൾ ഇവരൊക്കെ പോയി ആദിവാസിയെ ഒന്ന് വിളിച്ചിട്ട് അവരാരും വന്നില്ല, ആദിവാസി വരുന്നില്ല. അപ്പോൾ എന്നോട് CD ഡോക്ടറെ ചോദിച്ചു ഇനി എന്താ രവി ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ് കുമാര വരുമെന്ന് പറഞ്ഞു. കുമാര സ്വകാര്യത്തിൽ പറഞ്ഞു സാറേ ഉടുക്കാൻ മുണ്ടില്ല, മുണ്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ നിൽക്കാൻ ആളില്ല. അപ്പം പെട്ടെന്ന് നിൽക്കാൻ ആള് ഭാര്യയോട് ചോദിച്ചു, മാധവി ഒന്ന് നിൽക്കാമോ സാറേ? എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു സാറേ എനിക്ക് ഉടുക്കാൻ തുണിയില്ല. ഞാൻ പറഞ്ഞു മാധവി പോരൂ, ഞാൻ പോകുന്ന വഴിക്ക് തുണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു.
ആ DMS ആശുപത്രി കൊണ്ട് ഈ ശ്രീധി ഡോക്ടർ ഈ കുമാരനെ അഡ്മിറ്റ് ചെയ്തു. ഒരു 12 മണിയായപ്പം ശ്രീധി ഡോക്ടർ എനിക്ക് വണ്ടി അയച്ചു, കുമാരൻ ഭയങ്കര വയലൻ്റാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയി ചെന്ന് അടുത്ത് നിന്ന് കുമാരനോട് വർത്തമാനം പറഞ്ഞു. കുമാരൻ വളരെ സൗമ്യനായി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണത്, ശ്രീധി സാർ ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ഞാൻ പിന്നെ പറയാം സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മബന്ധം എനിക്ക് ആദിവാസിയായിട്ടുണ്ട്. ഏറ്റവും അവസാനം സംഭവിച്ചത് രാജൻ എന്ന് പറയുന്ന ഇടിഞ്ഞാടി ആണമ്പിയിൽ അവർക്ക് കയറി കിടക്കാൻ വീടൊന്നും ഇല്ലാത്തൊരു പാവം. അതായത് ഞാൻ പറയുമ്പോൾ പറയാം, ജനിച്ച മണ്ണിൽ മരിച്ചു വീണാൽ കുഴിച്ചു മൂടാൻ അവർക്ക് മണ്ണില്ല. ഇടിഞ്ഞാടിയിലെ 10 കുടുംബങ്ങൾക്ക് കുഴിച്ചു മൂടാൻ മണ്ണില്ലാത്ത ജനതയാണ്. സത്യത്തിൽ മണ്ണില്ലാത്ത ജനതയ്ക്ക് കേരള ഗവൺമെന്റ്, ഇപ്പോൾ പുതിയ ഇടതുപക്ഷ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയൻ സാറിന്റെ ഗവൺമെന്റ് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ AK ബാലൻ സാറിന്റെ നേതൃത്വത്തിലൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് സാറ് ഷെയർ ചെയ്യാറുണ്ടാവും. പിന്നെ ബാലൻ സാറിനെ അടക്കം വിളിച്ച് പറയാറുണ്ട്. എനിക്ക് അതിലൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. പെരുന്തമണ്ണ താലൂക്കിലെ ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കുക വളരെ എളുപ്പമാണ്. തീർച്ചയായും. ഒന്ന്, 10-70 പിള്ളേരോട് സ്നേഹതീരത്തിൽ പഠിക്കുന്നുണ്ട്. 2, അവർക്ക് വേണ്ടത് വീട് വെച്ചു കൊടുത്താൽ താമസിക്കില്ല എന്നായിരുന്നു പഴയ ആരോപണം. ഇപ്പം വീട് വെച്ചു കൊടുത്താൽ താമസിക്കാൻ അവർ തയ്യാറായി. അവർക്ക് സ്ഥലമില്ല. ഗവൺമെന്റ് ആണെങ്കിൽ പുതിയ ഗവൺമെന്റ്, സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് 1 ഏക്കർ സ്ഥലം വീതം ആദിവാസികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. എത്തണം. അതാണ് പക്ഷെ 5 ഏക്കർ സ്ഥലം ഞങ്ങള് പിന്നെ താഴേക്കോടി കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ITDP കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രൊജക്ട് കൊടുത്താൽ മതി. ഡോക്ടർ അമിത് മീണ സാറൊക്കെ ആണെങ്കിൽ ഭയങ്കര താല്പര്യമായിട്ടാണ് ഇതിൽ ഇടപെടുക. പക്ഷേ നമുക്കതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല. അതിന് യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 കോടി രൂപയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാം. എല്ലാ കുടുംബങ്ങൾക്കും 19 കുടുംബങ്ങൾക്കും 1 ഏക്കർ സ്ഥലം എല്ലാവർക്കും വീട് വെച്ച് കൊടുത്താൽ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ പഠിക്കുന്ന പിള്ളേർ കൃത്യമായി പഠനം കഴിയുമ്പം നല്ല വീട്ടിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ അവർ ഈ നിപ്പ പ്രതിരോധ മേഖലയിൽ ശക്തമത്തായി ഇടപെട്ടു. തീർച്ചയായും. അതുകൊണ്ട് ധാരാളം നിപ്പ ബാധിതരുടെ ആവാതെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. കൂടുതൽ ആളുകൾ മരിക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ടീച്ചറുടെ വലിയ ഇടപെടലാണ്. മേഖലയിൽ ഒരു ടീച്ചർ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇറങ്ങി നമ്മൾ കേരളീയർ കണ്ടതാണ്. തീർച്ചയായും. ഇപ്പോൾ EMS സഹകരണ ആശുപത്രി സാധാരണക്കാരൻ്റെ ഒരു ആശയ കേന്ദ്രമാണ്, ആശാ കേന്ദ്രമാണ്. അവിടെ ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ താഴേക്കോട് ആദിവാസി കോളനിയിലെ മണ്ണാർമലയിലും താഴേക്കോടുമുള്ള പാണമ്പിയിലൊക്കെ ഉള്ള ആദിവാസികളെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ EMS സഹകരണ ആശുപത്രിയും അട്ടപ്പാടിയിലെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അട്ടപ്പാടിയിലെ ആദിവാസികളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് EMS ആശുപത്രി അത് ചെയ്യുന്നത്. നമ്മൾ പെരുന്തമണ്ണയിലെ അല്ലെങ്കിൽ പാണമ്പിയിലെ അല്ലെങ്കിൽ താഴേക്കോട്ടെ ആദിവാസികൾ ആ പദ്ധതിയിൽ പെട്ടിട്ടില്ല. അത് ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുമല്ലോ അല്ലേ? തീർച്ചയായും അത് ഉൾപ്പെടുത്തേണ്ടതാണ്. ചെയ്യാൻ സാധ്യത താങ്കളെപ്പോലുള്ള ആളുകൾ ഇടപെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. എനിക്ക് പറയാം, നമ്മൾ ഈ ഗവൺമെൻറ് സംവിധാനം, എൻ്റെ ആശുപത്രി പെരുന്തമണ്ണ ജില്ലാ ആശുപത്രിയാണ്. ആ ജില്ലാ ആശുപത്രിയിൽ ആദിവാസിക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത്, അന്ന് ശശികുമാറാണ് ശശികുമാർ MLA ആയിരുന്ന കാലത്ത് കുറച്ച് ഫണ്ട് അനുവദിച്ചിരുന്നു. അന്ന് ആദ്യം ജില്ലാ ആശുപത്രിയിലാണ് ഫണ്ട് അനുവദിച്ചത്, മഞ്ചേരി. ശശികുമാറിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി പെരിന്തമണ്ണയിലും പൈസ അനുവദിച്ചു. ഇപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രൊമോട്ടർമാരുണ്ട് അവിടെ. ഒരു ആദിവാസി വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. അവർ ഒരു ആദിവാസി ട്രൈബൽ പ്രൊമോട്ടർമാർ 2 പേരുണ്ട്. നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് പ്രൊമോട്ടർ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 8 മാസമായി പ്രൊമോട്ടറുണ്ട്. ഒരു രോഗിക്ക് 150 രൂപയും ബൈസ്റ്റാൻഡർക്ക് 200 രൂപയും പൈസ പദ്ധതി വിഹിതത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, മരുന്ന് വാങ്ങിയാൽ അവിടെ ഇല്ലാത്ത മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. തീർച്ചയായും. ഈ സ്കാനിങ് അടക്കം പുറത്തുനിന്ന് ചെയ്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട്. രോഗം ചികിത്സിച്ച് ഭേദമായാൽ വാഹനത്തിൽ അവരെ തിരിച്ചെത്തിക്കുന്നു. അതെ. ഇതുപോലെ KR രവി സാറെ പോലുള്ള നിരവധിയായ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ടും ജനാരോഗ്യ പ്രവർത്തകരുടെ ഫലമായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടും സമ്പുഷ്ടമായ ആരോഗ്യ മേഖലയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ പടവുകളിൽ അതിഥിയായി വന്ന ശ്രീ KR രവി സാറിന് ഭാവുകങ്ങളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.